ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു എഗ് റോസ്റ്റ് തയ്യാറാക്കാം. ഒരുപാട് പേർക്ക് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഗ് റോസ്റ്റ് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് കൂടുതൽ നല്ലത്. ഇതൊരു നല്ലൊരു നാടൻ റെസിപ്പിയാണല്ലോ, അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 4 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള ഇത് കൂടുതലല്ലേ, ഇത്രയും വേണമെന്നൊക്കെ സംശയം വരാം. പക്ഷേ അങ്ങനെയല്ല, ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ സവാള നന്നായിട്ട് കുക്കായിട്ട് വരുമ്പം റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ലാസ്റ്റ് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലൊരു മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും സവാള എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് സവാളയുടെയൊക്കെ അളവിൽ വ്യത്യാസം വരുത്താം. കൂടുതൽ സവാളയൊക്കെ എടുക്കാം കേട്ടോ. സവാള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും കൂടെ ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യമെങ്കിൽ വെളിച്ചെണ്ണ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എഗ് റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഉള്ള വലിയൊരു പണി എന്താണെന്ന് വെച്ചാൽ ഈ സവാള ഇങ്ങനെ വഴറ്റിയെടുക്കുന്നതാണ്. സാധാരണ മുട്ടക്കറിയേക്കാളും കൂടുതൽ സമയമെടുക്കും എഗ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞ് പോവും. അപ്പോൾ കരിഞ്ഞു പോവാതെ, സവാള കരിഞ്ഞു പോവാതെ നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമൊന്നും വേണ്ട, അതിന് തൊട്ട് മുന്നേയുള്ള ഈ ഒരു പാകത്തിൽ മതിയാവും. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ സാധാരണ മുളക് പൊടിയാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എരിവ് കുറവായിരിക്കും. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേർത്ത് കൊടുക്കണമെന്നില്ല. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല കൂടുതലൊന്നും വേണ്ട, 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ സാധാരണ എഗ് മസാലയിലൊക്കെ ചേർക്കാറുണ്ട്. പഞ്ചസാരയാണ്, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ റോ സ്മെല്ലൊന്ന് നന്നായിട്ട് മാറി വരട്ടെ. ഇനി ഈ മസാലയിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്തിരിക്കുന്ന തക്കാളിയാണെങ്കിൽ കൂടുതൽ നല്ലത്. പുളിയൊക്കെ കുറഞ്ഞ നല്ല പഴുത്ത തക്കാളിയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്തിട്ട് വേണമെങ്കിൽ അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരട്ടെ. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഈ ചൂടായിരിക്കുന്ന മസാലയിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കുന്നതാണെങ്കിൽ ആ ടേസ്റ്റൊക്കെ അങ്ങ് പോവും. അപ്പോൾ ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെയൊക്കെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. മസാലയിലേക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ 3 മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടൊക്കെ മുട്ട ചേർത്ത് കൊടുത്തോളൂ. ഈ ഒരു മസാലയിലേക്ക് 6 മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ ഞാനതൊന്ന് വരഞ്ഞെടുത്തതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മസാലയായിട്ടൊക്കെ നന്നായിട്ടൊന്ന് മസാലയൊക്കെ മുട്ടയിലേക്ക് നന്നായിട്ട് അങ്ങ് പിടിച്ച് വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മസാലയിലേക്ക് മുട്ട ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് മസാല കവർ ചെയ്തിട്ട് മുട്ടയിലേക്ക് മസാല കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ അങ്ങ് നമുക്ക് വെക്കാം.
ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടെ വഴറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. പെരിഞ്ജീരകം പൊടി ഇല്ലെങ്കിൽ പെരിഞ്ജീരകം ചതച്ചത് നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിലെ മറ്റുള്ള എഗ് റെസിപ്പീസ് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്